ഇന്ന് നമുക്ക് നിലവുക്ക് എന്മേൽ എന്നടി കോപം എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, പണക്കാരിയായ നായികയ്ക്ക് മിഡിൽ ക്ലാസ് പയ്യനായ നായകനോട് പ്രണയം തോന്നുന്നു. അവനെ അച്ഛന് മുന്നിൽ പരിചയപ്പെടുത്തുവാനായിട്ട് അവൾ കൊണ്ടുവരും. എന്നാൽ അച്ഛൻ ആദ്യം സമ്മതിക്കത്തില്ല. ഒടുവിൽ അമ്മയില്ലാതെ വളർന്ന മകളല്ലേ എന്ന് ചിന്തിച്ച് അവരുടെ പ്രണയത്തിന് അച്ഛൻ അംഗീകരിക്കുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ അച്ഛന്റെ അവസ്ഥയറിഞ്ഞ നായകനാണെങ്കിൽ ആ ഒരു പ്രണയത്തിൽ നിന്ന് പിന്മാറുകയാണ്. എന്തായിരിക്കാം അച്ഛന് സംഭവിച്ചിട്ടുണ്ടാവുക? അതൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് കാമുകിയായിട്ട് ബ്രേക്കപ്പായി സങ്കടത്തിലിരിക്കുന്ന പ്രഭുവിനെയാണ്. പ്രഭുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് രാജേഷ്. മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ് പ്രഭു. എന്നാൽ പ്രഭുവിനോട് അച്ഛനും അമ്മയും മറ്റൊരു വിവാഹം കഴിക്കുവാനായിട്ട് അവനെ നിർബന്ധിക്കും. പക്ഷെ അവനാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിനോട് ഒട്ടും താല്പര്യമേ ഇല്ല. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ നിന്റെ പഴയ ഒരു ഗേൾഫ്രണ്ടിനെ ഓർത്താണോ ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുന്നത്? അതിന് പ്രഭുവിന്റെ മറുപടി, അതെ, എനിക്ക് അവളെ മറക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു. എന്നാൽ അമ്മയാണെങ്കിൽ അവനെ ഒരുപാട് വഴക്ക് പറയും. ഞങ്ങൾക്ക് നിന്റെ മക്കളെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ അമ്മ പറയുമ്പോൾ പ്രഭു ആണെങ്കിൽ കല്യാണത്തിന് ഒരു താല്പര്യവും കാണിക്കുന്നില്ല. ദേഷ്യം വന്ന അമ്മയാണെങ്കിൽ പ്രഭുവിനെ തല്ലും. അടുത്ത ദിവസം തന്നെ അമ്മയും അച്ഛനും പ്രഭുവിനെയും കൂട്ടി ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവളുടെ പേരാണ് പ്രീതി. പ്രീതിയെ പെണ്ണ് കാണിക്കുവാനായിട്ടാണ് കൊണ്ടുപോകുന്നത്. പ്രഭു ആണെങ്കിൽ ഒട്ടും താല്പര്യമില്ലാതെ ഇരിക്കും. അങ്ങനെ പ്രീതിയാണെങ്കിൽ അവിടേക്ക് വരുന്നു. പ്രീതിയെ കാണുന്ന പ്രഭു ഞെട്ടിപ്പോകും. കാരണം ഇവർ രണ്ടുപേരും പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴൊക്കെ ഒരുമിച്ച് പഠിച്ചതായിരുന്നു. അങ്ങനെ രണ്ടുപേരുടെ വിവാഹം തീരുമാനിക്കുവാനായിട്ടും പോവുകയാണ്. അപ്പോൾ പ്രഭുവും പ്രീതിയും ഒരു കാര്യം തീരുമാനിക്കും. എന്തെന്നാൽ പെട്ടെന്നൊരാളിനെ കണ്ടിട്ട് ഒരു പരിചയമില്ലാതെ വിവാഹം കഴിക്കുന്നതിന് പകരം രണ്ടുപേരും കുറച്ചുനാള് ഒന്ന് ഡേറ്റ് ചെയ്യട്ടെ, അതിനുശേഷം വിവാഹം കഴിക്കാമെന്നും തീരുമാനിക്കുന്നു. അതിന് വീട്ടുകാരും സമ്മതിച്ചു. അങ്ങനെ പ്രഭുവും പ്രീതിയും കൂടി പുറത്തൊക്കെ കറങ്ങാൻ പോകും. അപ്പോഴൊക്കെ പ്രീതിയാണെങ്കിൽ തനിക്ക് മുൻപൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. അത് ബ്രേക്കപ്പായി ഒരു 6 മാസത്തിൽ കൂടുതലായി കാണും. അതിന്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞു തരാം, സമയമാകട്ടെ എന്നാണ് പ്രീതി പറഞ്ഞത്. അത് കേട്ട് പ്രഭുവും പറയുന്നത്, എനിക്കും ഇതുപോലെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതും ബ്രേക്കപ്പായി പോയി. ആ കഥയും സമയമാകുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞു തരാമെന്നാണ് പ്രഭുവും പറഞ്ഞത്. അങ്ങനെ പ്രഭുവിന്റെയും പ്രീതിയുടെയും ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഒരിക്കൽ വീട്ടിലെത്തിയ പ്രഭുവിന് അവന്റെ അച്ഛനാണെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കും. അത് തുറന്നു നോക്കിയ പ്രഭുവാണെങ്കിൽ തകർന്നു പോകുന്നു. കാരണം അവന്റെ കാമുകിയായിട്ടുള്ള നിളയുടെ കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ ആയിരുന്നു. അച്ഛൻ പറയുന്നത്, നീ ഉറപ്പായും അതിന് പോകണമെന്നായിരുന്നു. ആ ഒരു ലെറ്ററും കൊണ്ട് പ്രഭു നേരെ എത്തിയത് പ്രീതിക്കടുത്തേക്കാണ്. എനിക്കിതൊന്നും മറച്ചു വെക്കാനായിട്ട് ഇനിയും പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ എല്ലാം നിന്നോട് തുറന്നു പറയുവാനായി പോവുകയാണെന്ന് പറഞ്ഞ് നിലയുടെ കഥ പ്രീതിയോട് പറയുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഈ പ്രഭുവും അവന്റെ കൂട്ടുകാരനായ രാജേഷും ഹോട്ടൽ മാനേജ്മെന്റ് ആണ് പഠിച്ചത്. അവർ രണ്ടുപേരും അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ രവിയും രവിയുടെ ഗേൾഫ്രണ്ടായ ശ്രേയൻ നടത്തുന്ന ഫംഗ്ഷനിൽ കുക്ക് ചെയ്യാനായിട്ട് എത്തിയിരുന്നു. നല്ല രീതിക്ക് അടിപൊളിയായിട്ടാണ് അവർ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നതും. എന്നാൽ ആ പാർട്ടിയിൽ പങ്കെടുക്കുവാനായിട്ട് നമ്മുടെ നായികയെ നിലയും എത്തുന്നുണ്ട്. നിലയ്ക്കാണെങ്കിൽ ഫുഡിനോട് ഒരുപാട് താല്പര്യമുള്ളതാണ്. പക്ഷെ അവൾ കുക്ക് ചെയ്യത്തൊന്നുമില്ല. നല്ല കാശ് ടീമാണ് ഈ നിലയും. എന്നിട്ട് അവിടെ വന്നിട്ട് അവിടുത്തെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നിലയ്ക്കത് ഒരുപാട് ഇഷ്ടമായി. ശ്രേയയാണെങ്കിൽ പ്രഭുവിനടുത്തെത്തി, ദേവാ, നീ ഉണ്ടാക്കിയ ഫുഡ് ഒരാൾ ആസ്വദിച്ച് കഴിക്കുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പ്രഭുവിനെ നിലയ്ക്കടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിലയാണെങ്കിലോ, സൂപ്പർ ഫുഡ്, എനിക്കിത് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് അവനോട് സംസാരിക്കുന്നു. എന്നിട്ട് അവൾക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമോ എന്ന് ചോദിക്കുന്നു. പക്ഷെ അതൊരു ഫിഷ് വെച്ചുള്ളതാണ്. എന്നാൽ ആ ഫിഷ് അവരുടെ കയ്യിൽ ലഭ്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പ്രഭു ആണെങ്കിൽ ഒരു നല്ലൊരു ഡിഷ് അവൾക്ക് ഉണ്ടാക്കി കൊടുത്തു. അവൾക്കാണെങ്കിൽ പ്രഭു ഉണ്ടാക്കി കൊടുത്ത ആ ഒരു ഫുഡ് ഒരുപാട് ഇഷ്ടമായി. പാർട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകുവാനായി ഇറങ്ങുന്ന സമയം രവിയും ശ്രേയയും നന്നായിട്ട് മദ്യപിച്ചതിനാൽ അവർക്ക് വലുതായിട്ട് ബോധമൊന്നുമില്ല. അവർക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല എന്ന് പ്രഭുവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കാമെന്ന് പ്രഭു തീരുമാനിച്ചു. അവനോടൊപ്പം നിലയും പോവുകയാണ്. കാറിന് പുറകിലിരുന്ന് രണ്ടുപേരും റൊമാൻസ് ചെയ്യുന്നതൊക്കെ കണ്ട് പ്രഭുവും നിലയും ചിരിക്കും. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം രണ്ടുപേർക്കുമിടയിൽ പ്രണയമുണ്ടാവുകയാണ്. അങ്ങനെ പ്രഭു ആണെങ്കിൽ നിലയെ തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അച്ഛനും അമ്മയ്ക്കും പരിചയപ്പെടുത്തി കൊടുത്തു. അച്ഛാ, അമ്മേ, ഇതാണ് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി നില. എനിക്കിവളെ ഒരുപാട് ഇഷ്ടമാണ്. വിവാഹം കഴിക്കുവാനായിട്ടും താല്പര്യമുണ്ട് എന്നാണ് വീട്ടുകാരോട് പറഞ്ഞതും. നില പോയി കഴിഞ്ഞ ഉടനെ തന്നെ അമ്മ പ്രഭുവിനോട് ചോദിക്കുന്നുണ്ട്, എടാ, ഇവൾ വലിയ കുടുംബത്തിലെ കുട്ടിയല്ലേ, നമുക്ക് ചേരുന്നതാണോ എന്നൊക്കെ ചോദിക്കും.
അച്ഛന്റെയും അമ്മയുടെയും ആ ഒരു ചോദ്യം കേട്ട് പ്രഭു പറഞ്ഞത് നമുക്ക് നോക്കാം എന്നായിരുന്നു. അടുത്ത ദിവസം നിലയാണെങ്കിൽ പ്രഭുവിനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് പോകും. അച്ഛൻ അവനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. എന്നാൽ അച്ഛനാണെങ്കിൽ ആദ്യ കാഴ്ചയിൽ ഈ പ്രഭുവിനെ അത്ര ഇഷ്ടമായതേയില്ല. പ്രഭുവിനെ കണക്കല്ല, നിലയുടെ അച്ഛനാണെങ്കിൽ നല്ല കാശുള്ള ആളാണ്. എന്നാൽ അച്ഛൻ നിലയോട് പറയുന്നത്, എനിക്ക് പ്രഭുവിനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം, അതിനുശേഷം തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രഭുവിനോട് മാറിയിരുന്ന് സംസാരിക്കുകയാണ് നിലയുടെ അച്ഛൻ. നിലയുടെ അച്ഛൻ പറയുന്നത്, എന്താടാ നിന്റെ വിചാരം? മിഡിൽ ക്ലാസ് പയ്യൻ നല്ല കാശുള്ള വീട്ടിലെ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അവളെ സെറ്റാക്കി ജീവിക്കാമെന്നാണോ? അതൊരിക്കലും നടക്കത്തില്ല. എന്റെ മോളെ ഞാൻ നല്ലൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കൂ. നീയുമായിട്ടുള്ള ഒരു ബന്ധത്തിനും എനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു അവന്റെ മുഖത്തടിച്ചതുപോലെ നിലയുടെ അച്ഛൻ പറഞ്ഞു കളഞ്ഞതും. നിലയുടെ റിലേഷൻഷിപ്പിൽ അച്ഛൻ എതിർപ്പാണെന്ന് നിലയ്ക്ക് മനസ്സിലായി. പ്രഭു പോയി കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛനടുത്തെത്തി നില പറയുന്നത്, എന്റെ ഏതെങ്കിലും ആഗ്രഹം അച്ഛൻ സാധിച്ചു തന്നിട്ടുണ്ടോ? ഇതിനെന്തിനാ അച്ഛൻ ഇങ്ങനെ എതിർപ്പ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അച്ഛനോട് ഒരുപാട് ദേഷ്യം വരും. നില അത്രയ്ക്കും ദേഷ്യപ്പെട്ടിരിക്കുന്നത് അച്ഛന് മനസ്സിലായി. അവളുടെ ആ ഒരു ചോദ്യമൊക്കെ അച്ഛന് നല്ല സങ്കടമുണ്ടായി. അതുകൊണ്ട് തന്നെ അച്ഛൻ പറയുന്നത്, ഒരു കാര്യം ചെയ്യാം, കുറച്ചുനാള് ഞാൻ അവനുമായി ഒന്ന് സഹകരിച്ചു നോക്കട്ടെ. എനിക്കവനെ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കാം എന്നായിരുന്നു അച്ഛൻ പറയുന്നത്. അത് കേട്ടതും നിലയ്ക്ക് ഒരുപാട് സന്തോഷമായി. പിന്നീടുള്ള ദിവസങ്ങളിൽ അവരോടൊപ്പം മാളിൽ പോകുന്നതും സിനിമയ്ക്ക് പോകുന്നതും കറങ്ങാൻ പോകുന്നതിനുമെല്ലാം അച്ഛനും കൂടെ പോകും. എന്തൊക്കെ ചെയ്താലും അച്ഛനാണെങ്കിൽ പ്രഭുവിനെ ഒട്ടും ഇഷ്ടമാകുന്നതേയില്ല. ഈ പ്രഭുവിന്റെ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട്. അമ്മയ്ക്ക് ഷുഗർ കൂടിയതിനാൽ ഉടനെ തന്നെ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പ്രഭു. അവിടെ വെച്ച് ഡോക്ടറിന്റെ റൂമിൽ നിന്നും നിലയുടെ അച്ഛൻ ഇറങ്ങി പോകുന്നത് പ്രഭു കാണുന്നു. അമ്മയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രഭു ആണെങ്കിൽ നേരെ ആ ഡോക്ടറിന്റെ അടുത്ത് ചെന്നിട്ട് ആ പോയ വ്യക്തിക്ക് എന്താണ് പ്രശ്നമെന്ന് തിരക്കുമ്പോൾ ഡോക്ടർ പറയുന്ന കാര്യം കേട്ട് പ്രഭു ഞെട്ടിപ്പോകും. ആ പോയതേ ഒരു വലിയ ബിസിനസ്സുകാരനാ. എത്ര കാശുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ജീവിതത്തിൽ വല്ല മനസമാധാനവും ഉണ്ടോ? അദ്ദേഹത്തിന് ക്യാൻസർ ആണ്. കൂടിപ്പോയാൽ ഒരു 6 മാസമോ ഒരു 3 മാസമോ കൂടി ജീവിച്ചിരിക്കൂ എന്നും പറയുന്നു. അത് കേട്ടതും പ്രഭു ഞെട്ടിപ്പോകുന്നു. പ്രഭുവിന് വല്ലാത്ത സങ്കടമുണ്ടാവുകയാണ്. കാരണം ഇവരുടെ ബന്ധത്തില് അച്ഛൻ എതിർപ്പ് നിന്നത് ഉറപ്പായും ഒരു 6 മാസത്തിനകം അച്ഛൻ മരിച്ചു പോകുന്നതിന് മുൻപ് മകളെ നല്ലൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നായിരുന്നു അച്ഛൻ ആഗ്രഹം. അച്ഛന്റെ ആ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കുമല്ലോ തങ്ങളുടെ ആ ഒരു ബന്ധത്തിന് എതിര് നിൽക്കുന്നതെന്ന് പ്രഭു ചിന്തിക്കുന്നു. അച്ഛന്റെ അവസ്ഥ കൂടി മനസ്സിലാക്കിയ പ്രഭു ആണെങ്കിൽ നിലയെ അവോയ്ഡ് ചെയ്യുകയാണ്. പിന്നീട് നിലയോട് മിണ്ടുവാനോ സഹകരിക്കുവാനോ ഒന്നും പ്രഭു കൂട്ടാക്കുന്നില്ല. അതവൾക്ക് മനസ്സിലായി. ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല, കാണത്തില്ല, ഒന്നും തന്നെ ചെയ്യത്തില്ല. എന്നാൽ സഹിക്കാനാകാത്ത നിലയാണെങ്കിൽ ഉടനെ തന്നെ പ്രഭുവിന്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട്, നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് പ്രഭുവിനോട് പ്രശ്നമുണ്ടാക്കുന്നു. പക്ഷെ പ്രഭു ആണെങ്കിൽ അതിനൊന്നും മറുപടി കൊടുക്കത്തില്ല. അവന്റെ ചിന്ത എന്തെന്നാൽ, അച്ഛനെ വിഷമിപ്പിക്കണ്ട, അച്ഛൻ ആഗ്രഹിച്ചത് തന്റെ മകളുടെ നല്ലൊരു ഭാവി മാത്രമാണല്ലോ. ആ ഒരു അച്ഛന് വേണ്ടിയിട്ടാണ് അവൻ ഇപ്പോൾ നിലയെ ഒഴിവാക്കുവാനായും തീരുമാനിച്ചിരിക്കുന്നത്. നില ചോദിക്കുന്നത്, നീ എന്താ വിചാരിച്ചത്? ഒരു ടിഷ്യൂ പേപ്പർ പോലെ എന്നെ യൂസ് ചെയ്തിട്ട് കളയാമെന്നോ? ഇനി നീയും ഞാനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് പറഞ്ഞു പോയത് നീല തന്നെയായിരുന്നു. ഇതാണ് എന്റെ കഥയെന്ന് പ്രീതിയോടവൻ എല്ലാം തുറന്നു പറഞ്ഞു. അത് കേട്ട് പ്രീതി പറയുന്നത്, ഒരു കാര്യം ചെയ്, നീ അവളുടെ കല്യാണത്തിന് പോകണം. നിനക്കവളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിനക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടുമോ എന്ന് നീ ചോദിയിര്. അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ നീ സന്തോഷമായിട്ട് ആ ഒരു കല്യാണത്തിന് നിന്ന് പങ്കെടുത്തിട്ട് നീ നേരെ വാ, എന്നിട്ട് എന്നെ വിവാഹം കഴിച്ച് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാമെന്നും പ്രീതി പറയുന്നു. അത് കേട്ട് നിലയുടെ വിവാഹത്തിന് പോകുവാനായിട്ടും പ്രഭു തീരുമാനിച്ചു. അങ്ങനെ വിവാഹ ദിവസം എത്തി. പ്രഭുവും രാജേഷും കൂടിയാണ് വിവാഹത്തിന് പങ്കെടുക്കുവാനായും പോകുന്നത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണമാണ്. ഒരു വലിയ മണിമാളിക പോലുള്ള സ്ഥലത്താണ് വിവാഹം നടക്കുന്നതും. ഇതുപോലെ എക്സിന്റെ കല്യാണത്തിന് പങ്കെടുത്ത് അത് ആഘോഷിക്കുവാനുള്ള ഒരു യോഗവും വേണമെന്നൊക്കെ രാജേഷ് ചുമ്മാ കളിയാക്കുകയാണ്. അതെല്ലാം കേട്ട് പ്രഭുവിനാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരും. കല്യാണത്തിന് പങ്കെടുക്കുവാനായി വന്ന പ്രഭുവിനെ ഒരു പട്ടിക്ക് കൊടുക്കുന്ന വില പോലും നില കൊടുക്കുന്നതേയില്ല. അവനെ മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല. മാത്രവുമല്ല, അവിടെ വെച്ച് പ്രഭു ഒരു കാര്യം അറിയുകയാണ്. നിലയുടെ അച്ഛൻ 3 മാസം മുമ്പ് മരിച്ചുപോയി. അത് കേട്ട് പ്രഭുവിന് ചെറിയ സങ്കടമൊക്കെ വരുന്നു. എന്നാലും നിലയോട് സംസാരിക്കുവാനായിട്ട് ഒരു ചാൻസ് കിട്ടുമോ എന്നവൻ നോക്കുമെങ്കിലും കിട്ടുന്നതേയില്ല. നിലയ്ക്കാണെങ്കിൽ അവനെ അത്രയ്ക്ക് വെറുപ്പായിരുന്നു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഫംഗ്ഷനല്ലേ. വിവാഹ ചടങ്ങുകളുടെ 3ാമത്തെ ദിവസം എത്തി. അടുത്ത ദിവസം അവരുടെ കല്യാണമാണ്. പ്രഭു ആണെങ്കിൽ കുടിച്ച് ബോധമില്ലാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ആ ഒരു ഹോട്ടലിന്റെ ഫുൾ മാനേജ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയാണെങ്കിൽ പ്രഭുവിനെ കാണുകയാണ്.
പ്രഭുവിന് അടുത്ത് വന്ന് അവൻ വഴിയറിയാതെ നിൽക്കുമ്പോൾ അവനോട് സംസാരിക്കുന്ന സമയത്ത് ഈ നില തന്റെ എക്സ് ഗേൾഫ്രണ്ട് ആണെന്നുള്ള കാര്യം അവളോട് അവൻ ആ ഒരു ബോധത്തിൽ അങ്ങ് തുറന്നു പറഞ്ഞു പോയി. അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവനെ സമാധാനിപ്പിക്കുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് വഴിയറിയാതെ നിൽക്കുന്ന പ്രഭുവിനെയാണെങ്കിൽ അവന്റെ റൂമിലേക്കും കൂട്ടിക്കൊണ്ടു പോകും. അടുത്ത ദിവസം റിസപ്ഷൻ ആണല്ലോ. റിസപ്ഷന് പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി നിൽക്കും. പ്രഭുവിനാണെങ്കിൽ നല്ലൊരു ഡ്രസ്സ് പോലുമില്ല. എന്നാൽ അതെല്ലാം ഒപ്പിച്ചു കൊടുക്കുന്നത് ആ ഒരു മാനേജർ പെൺകുട്ടിയാണ്. അവന്റെ ഏറ്റവും നല്ല ഫ്രണ്ടിനെ പോലെയാണ് അവൾ പെരുമാറുന്നത് പോലും. റിസപ്ഷന് നിളയും നിളയുടെ പയ്യനും കൂടി എൻജോയ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിക്കുന്നത് പ്രഭു കാണുന്നു. അവന് വല്ലാത്ത സങ്കടം. അത് കാണുന്ന പ്രഭുവിന്റെ കൂട്ടുകാരാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും ആ പയ്യനോട് തുറന്നു പറഞ്ഞാലോ, എന്തെങ്കിലും പരിഹാരം കണ്ടെത്തുവാനായി പറ്റിയെങ്കിലോ എന്നൊക്കെ അവർ സംസാരിക്കുന്നു. എന്നാൽ അതേ സമയം തന്നെ നിളയെ കല്യാണം കഴിക്കുവാനായി പോകുന്ന ആ പയ്യനുണ്ടല്ലോ, ആ പയ്യൻ പ്രഭുവിന്റെ കൂട്ടുകാർക്കടുത്തെത്തിയിട്ട് ദോ ആ നിൽക്കുന്നവനല്ലേ പ്രഭു, നിളയുടെ എക്സ് ഗേൾഫ്രണ്ട്, പാവം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അതിൽ നിന്നും കൂട്ടുകാർക്കൊരു കാര്യം മനസ്സിലായി. നിള എല്ലാ കാര്യവും തന്റെ പയ്യനോട് തുറന്നു പറഞ്ഞു. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണല്ലോ അവൻ കല്യാണം കഴിക്കാനായി പോകുന്നത്. അതുകൊണ്ട് നല്ല പയ്യൻ എന്നൊക്കെ അവന്മാർ നിന്ന് സംസാരിക്കുന്നു. എന്നാൽ പ്രഭുവിനാണെങ്കിൽ സങ്കടം സഹിക്കാനായും പറ്റുന്നില്ല. നിളയും അവളുടെ പയ്യനും കൂടി ആ ഒരു ഫംഗ്ഷനിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുകയാണ്. അതൊന്നും കണ്ട് സഹിക്കാനാകാത്ത പ്രഭുവാണെങ്കിൽ കുറച്ച് മദ്യപിച്ചിട്ട് ആ ഒരു മാനേജർ പെൺകുട്ടിയുണ്ടല്ലോ അവളോടൊപ്പം നിന്ന് ഡാൻസും കളിക്കും. എന്നിട്ട് അവിടെ നിന്നൊരു സങ്കടം സഹിക്കാനാകാതെ അവൻ തിരിച്ച് റൂമിലേക്കും പോകുന്നു. എന്നാൽ ആ ഒരു മാനേജർ പെൺകുട്ടിയാണെങ്കിൽ വാഷ്റൂമിലേക്ക് പോകും. അവിടെ നിളയുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ ഈ മാനേജർ പെൺകുട്ടിയെ കണ്ടിട്ട് പറയുന്നത്, അവനുമായിട്ട് കൂടുതൽ അടുപ്പമൊന്നും വേണ്ട, അവനെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഒരു ടിഷ്യൂ പേപ്പർ പോലെ കളഞ്ഞിട്ട് പോകും, അവൻ അങ്ങനെ മോശപ്പെട്ടവനാ എന്ന് പറയുന്നു. അതെല്ലാം നിള കേൾക്കുകയാണ്. അവളും അകത്തേക്ക് വന്നിട്ട് മാനേജർ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, അതെ, നീ നിന്നെ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം, അവനെ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ അത് കേട്ട മാനേജർ പെൺകുട്ടി ചോദിക്കുന്നത്, ബാക്കിയുള്ളവർ പറയുന്നത് ഓക്കെ, പക്ഷെ നീ അത് പറയരുത് എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ എന്തിനാണ് പ്രഭു അവളെ ബ്രേക്കപ്പ് ചെയ്തത് എന്നുള്ള കാര്യം അവൾ തുറന്നു പറയുന്നു. പ്രഭു അന്ന് ബോധമില്ലാതെ എല്ലാ സത്യവും ഈ ഒരു പെൺകുട്ടിയോട് തുറന്നു പറഞ്ഞിരുന്നല്ലോ. ആ കാര്യങ്ങളെല്ലാം അവൾ നിളയോട് പറയുന്നു. നിന്റെ അച്ഛന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് നീയുമായിട്ട് അവൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തത്. അച്ഛൻ ഇഷ്ടമുള്ളതുപോലെ മകൾ ജീവിക്കട്ടെ എന്ന് അവൻ കരുതിയത് കൊണ്ടാണ് നീയുമായിട്ടുള്ള റിലേഷൻ അവൻ ഉപേക്ഷിച്ചത്. അതും നിന്റെ അച്ഛന് വേണ്ടിയിട്ട്, അല്ലാതെ അവന് നിന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. എന്നിട്ട് നീയോ അവനെക്കുറിച്ചൊന്ന് അറിയുവാൻ പോലും ശ്രമിക്കാതെ മറ്റൊരു കല്യാണത്തിന് തയ്യാറായിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ട് നിളയ്ക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം. നിള പറയുന്നുണ്ട്, അവൻ എപ്പോൾ മുതൽ ഈ ഒരു ഹോട്ടലിലേക്ക് വന്നോ അന്നു മുതൽ എന്റെ മനസ്സിൽ അവൻ മാത്രമാണ്. ഞാൻ അത്രയ്ക്കും വേണ്ടിയിട്ട് അവനെ സ്നേഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് അവനടുത്തേക്ക് പോകാനായിട്ട് എന്റെ മനസ്സ് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ ഡിസ്റ്റൻസ് ഇട്ടതെന്നും നിള പറയുന്നു. മാത്രമല്ല അച്ഛൻ പറഞ്ഞ വാക്കുകൾ കാരണമാണ് അവൾ പ്രഭുവുമായിട്ട് ഡിസ്റ്റൻസ് ഇടാൻ കാരണമെന്നും അവൾ പറഞ്ഞ് കരയുന്നുണ്ട്. അടുത്ത ദിവസം നിളയുടെ കല്യാണമാണ്. നിളയാണെങ്കിൽ ഒരുങ്ങി മണ്ഡപത്തിൽ വന്നിരിക്കുന്നു. അത് കാണുന്ന ആ ഒരു മാനേജർ പെൺകുട്ടിയാണെങ്കിൽ, ഞാൻ അവളോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞു, പക്ഷേ ഇത്രയും അറിഞ്ഞിട്ടും അവളുടെ മണ്ഡപത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്നു. അവൾക്കപ്പോൾ നിന്നോടൊരു താല്പര്യമില്ല എന്ന രീതിയിലേക്ക് അവിടെ എല്ലാവരും സംസാരിക്കും. പ്രഭുവാണെങ്കിൽ സങ്കടം സഹിക്കാനാകാതെ നിളയെയും പയ്യനെയും നോക്കി നിൽക്കുകയാണ്. മറ്റൊരു വശത്ത് അവന് രണ്ട് കൂട്ടുകാരുണ്ടല്ലോ, രവിയും ശ്രേയയും. അവർ രണ്ടുപേരും പ്രഭുവിനടുത്ത് വന്നിട്ട്, ഞങ്ങൾക്കും കുറച്ച് സത്യം നിന്നോട് തുറന്നു പറയുവാനുണ്ട് എന്ന് പറയുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. നിളയുടെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് നിളയുടെ ഫ്രണ്ടിനോടാണ് അവസാനമായി സംസാരിച്ചതും. ആ ഫ്രണ്ടിനോട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വോയിസ് റെക്കോർഡായിട്ടുണ്ട്. അച്ഛൻ പറയുന്നത്, നിളയോട് പറയണം അവൾക്ക് ഇഷ്ടമുള്ള ആ പയ്യനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണമെന്ന്. എന്നാൽ ഈ ഒരു കൂട്ടുകാരി മനഃപൂർവ്വം അക്കാര്യം നിളയോട് പറഞ്ഞില്ല. അതുകൊണ്ടാണ് നിളതെ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നതും. എന്നാൽ എല്ലാ സത്യവും അറിഞ്ഞിട്ടും അവൾ എന്തിനായിരിക്കാം മണ്ഡപത്തിൽ വന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കുകയാണ് അവർ. അതെല്ലാം കണ്ട് താങ്ങാനാകാതെ പ്രഭുവാണെങ്കിൽ അവിടെ നിന്നും തിരിച്ച് തന്റെ നാട്ടിലേക്ക് വന്നു. ഇനി എന്തായാലും താനുമായിട്ട് എൻഗേജ്മെന്റ് തീരുമാനിച്ച ആ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കുവാനായിട്ട് പ്രഭു തീരുമാനിച്ചു. നാട്ടിൽ വന്ന പ്രഭുവാണെങ്കിൽ പ്രീതിയോട്, നമുക്ക് വിവാഹം കഴിക്കാം, പക്ഷേ ഇവിടെ വെച്ചല്ല, ഫോറിൻ കൺട്രിയിൽ പോയിട്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഫോറിനിലേക്ക് പോകുവാനായും തീരുമാനിച്ചു. അങ്ങനെ എയർപോർട്ടിൽ എല്ലാത്തിനും റെഡിയായി ഫ്ലൈറ്റിലേക്ക് കയറിയിരിക്കുന്ന സമയം ഇവർക്ക് പിന്നിലായിട്ട് നിളയെ കാണുന്നു.
ഇവളെന്താ ഇവിടെ എന്നൊക്കെ അവർ ചിന്തിക്കും. അപ്പോൾ നിള പറയുന്നത്, എന്നോട് എന്റെ ഫിയാൻസി പറഞ്ഞത് മനസ്സിൽ ഒരാളെ വെച്ച് മറ്റൊരാളോടൊപ്പം ജീവിക്കരുത് എന്നാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്നും നിള പറയുന്നു. എന്നാൽ നിളയ്ക്ക് പിന്നാലെ അവളുടെ ഫിയാൻസിയും എത്തിയിട്ടുണ്ട്. ഫിയാൻസി പറയുന്നത്, എനിക്കൊരിക്കലും നിളയെ മറക്കുവാനേയും പറ്റത്തില്ല. ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചു. ഞാൻ എന്റെ വൈഫായിട്ട് അവളെ എന്റെ മനസ്സിൽ കരുതിയിരിക്കുന്നതെന്ന് പറയുന്നു. ഫിയാൻസിക്ക് പിന്നാലെ ആ ഒരു മാനേജർ പെൺകുട്ടിയും എത്തുന്നുണ്ട്. അവൾ പറയുന്നത്, പ്രഭുവിന്റെ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രഭുവിനോട് ഇഷ്ടം തോന്നി. എനിക്ക് അവനെ വിവാഹം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് ആ ഒരു മാനേജർ പെൺകുട്ടിയും പറയുന്നത്. ഇപ്പോൾ ഇത്രയും പേരും കൂടി ഒരു ഫ്ലൈറ്റിലുണ്ട്. എല്ലാവരും ആ ഒരു ഫോറിൻ കൺട്രിയിലേക്ക് തന്നെ പോവുകയാണ്. ഇതിൽ ആരാരെ വിവാഹം കഴിച്ചു എന്നൊന്ന് കാണിക്കാതെ അതൊരു സസ്പെൻസ് ആക്കി വെച്ചുകൊണ്ട് സിനിമയുടെ കഥ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.